പാറ്റ സമരത്തിലെ വിദ്യാർത്ഥികളോട് തിരിച്ചു പോകാൻ പറഞ്ഞ പേർളി മാണിക്ക് സൈബർ ആക്രമണം. ശരിക്കും എന്താണ് അവസ്ഥ? പേർളി മാണി ഒരു കമൻറ്റ് ഇട്ടു, ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. അത് അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സമരത്തിനിറങ്ങിയ ആൾക്കാരെ പിന്തുണയ്ക്കുകയല്ല, വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ ശരിയാണ് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യായമായ ആവശ്യങ്ങൾ അത് പരിഗണിക്കേണ്ടതാണ് എന്ന് പറയുന്നു. പേർളി മാണി കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അക്രമം പാടില്ല. അക്രമം നടത്തിക്കഴിഞ്ഞാൽ, അക്രമം നടത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന സമരങ്ങളോട് പേർളി മാണിക്ക് യോജിപ്പില്ല. അവർ വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവൻ പൊലിഞ്ഞാൽ അത് വലിയ ദുഃഖമാവില്ലേ എന്ന് പേർളി മാണി ചോദിക്കുന്നുണ്ട്. വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമല്ലേ അത്? ആ ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറയാൻ കഴിയുമോ? അതായത് അവിടെ പോയിട്ട് കുട്ടികൾ സമരം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പറയുന്ന കുട്ടികളൊന്നുമല്ല, അവിടെയുള്ള മുതുക്കന്മാരാണ്. കുറേ ഭ്രാന്തന്മാർ വന്നിട്ട് അവിടെ സമരം നടത്തുക. കുട്ടികളൊക്കെ കുറവാണ്. ഈ കുട്ടികളെ കൊണ്ട് ഇത്ര അക്രമങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണവും പലതുണ്ട്. കാരണം അവിടെ ഇതിനെ അവർ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, നശിപ്പിക്കുക, അക്രമം നടത്തുക, തീവയ്പ് നടത്തുക, ആരെങ്കിലും കൊല്ലപ്പെടുക, ഇതൊക്കെയാണ് അവിടെ സമരം നടത്തുന്നവരുടെ ആവശ്യം എന്നുള്ളത്. ആ ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു, അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രസക്തമായ കാര്യം. പേർളി മാണി അതാണ് എടുത്ത് കാണിക്കുന്നത്. നിങ്ങളവിടെ അക്രമം നടത്താൻ വേണ്ടി പോകുന്നത് ശരിയല്ല എന്ന് പറയുന്നു. എന്നിട്ട് പേർളി മാണി വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളൊരു സമരത്തിന്, ചരിത്രപരമായ ഒരു ദൗത്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അത് എക്കാലവും നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അണ്ണാ ഹസാരയുടെ സമരം. ആ സമരത്തിനകത്ത് എന്ത് അക്രമമുണ്ടായി? അവരാരെങ്കിലും അടിച്ചോ? ജന്തർ തന്നെ, ലാംലീല മൈതാനത്തിലും ജന്തർ മന്ദറിലും ഒക്കെ ആയിരുന്നല്ലോ അന്ന് സമരം നടന്നത്. അവർ എവിടെയെങ്കിലും തീവയ്പ് നടത്തിയോ? ആരെങ്കിലും കൊലപ്പെടുത്തിയോ? പോലീസുകാരെ മർദ്ദിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. അന്ന് സമാധാനപരമായിട്ടാണല്ലോ സമരം നടന്നത്. അപ്പോൾ അത്തരത്തിലൊരു കോസിന് വേണ്ടി സമരം നടത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പേർളി മാണി ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്. അത് കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ സമരം പരാജയമാണ് എന്നുള്ളത് കൂടി പേർളി മാണി സൂചിപ്പിച്ച് പോകുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ടോ അഭിപ്രായം, ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം, ഒഴിവാക്കപ്പെടാം, ഇതെല്ലാം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേർ പേർളി മാണിയോട് ചോദിക്കുന്നു, എന്തേ നിങ്ങളൊരു അഭിപ്രായം പറയുന്നില്ല ഇക്കാര്യത്തിൽ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായം എന്ന് ചോദിക്കുന്നു. ശരിയാണ്, സ്വാഭാവികമായിട്ടും ഒരു സെലിബ്രിറ്റിയാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആൾക്കാർ ഒരുപാട് കാണുന്ന പല പ്രോഗ്രാമുകളും ചെയ്യുന്നതാണ്, വ്ളോഗുകൾ ചെയ്യുന്നു, മറ്റ് വീഡിയോകൾ ചെയ്യുന്നു, എല്ലാം. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ അപ്പോൾ എന്താണ്, പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പാണെങ്കിൽ എന്താണ്, ഒരു പൗരസമിതി ആയിരിക്കാം, അവരാണ് പ്രമുഖ വ്യക്തികൾ. ഇല്ലെങ്കിൽ ഒരു കരയോഗമോ മറ്റൊരു സമുദായ യോഗമോ ആയിരിക്കാം. ഇല്ലെങ്കിൽ നാട്ടിലെ ഒരു വായനശാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, ഒരു നിരൂപകൻ, ഒരു പത്രപ്രവർത്തകൻ. ഇവരൊക്കെ ആയിരുന്നു പണ്ട് അഭിപ്രായ സ്വരൂപണത്തിൻ്റെ ഭാഗമായി നമ്മുടെ പബ്ലിക് ഒപ്പീനിയനെ കളക്റ്റീവായിട്ട് നിർത്തുന്ന ആൾക്കാർ. ഇന്നതുപോലെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളാണ്. ആ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളോട് ഒരു അഭിപ്രായം ആരായുന്നതും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നതും സ്വാഭാവികമായിട്ടുള്ള. തീർച്ചയായിട്ടും പേർളി പറഞ്ഞിട്ടുള്ള ഇതിന് പേർളിക്ക് ഏറ്റവും കൂടുതൽ ഈ സൈബർ ആക്രമണം നടക്കുന്നത് പ്രധാനമായിട്ടും ഒരു മോദിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ മോദി ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് കൂടെ പേർളി മാണി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു രീതിയിൽ പേർളി ഇങ്ങനെയാണ്. പിന്നെ പോസ്റ്റിൽ ഉണ്ടായിരുന്ന കാവി നിറം പ്രശ്നമായിരുന്നു. അതും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പേർളി എടുത്ത് പറയുന്ന ആ ഒരു ഫാക്ടർ മാത്രം, ഇപ്പോൾ അത്തരത്തിലൊരു ഇനി ആരെങ്കിലും ആണെങ്കിലും അവിടെ പോയി കല്ലൊക്കെ എറിഞ്ഞ് അത്ര വലിയ ഒരു കലാപം സൃഷ്ടിക്കുന്ന സമയത്ത് അവിടെ എന്തായാലും അവിടുത്തെ ഒരു സമാധാനം നിലനിർത്താനായിട്ട് പോലീസിന് കൂടുതൽ കടുത്ത നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലാത്തി കൊണ്ടൊക്കെ അടിയൊക്കെ, ഇപ്പോൾ സ്പൈനലിനെങ്ങാണൊക്കെ അടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മരണപ്പെടാനുള്ള ഒരു സാഹചര്യം വരെ കാണുന്നുണ്ട്. പണ്ടൊരു വിദ്യാർത്ഥി സമരത്തിൽ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ തലയ്ക്ക് അടി കൊണ്ടു. എനിക്കറിയാമെന്നുള്ള എൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്ന വളരെ ബഹുമാനിതനായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ കുട്ടികൾക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു കരുതലാണ് സമാധാനമായിട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ സമാധാനമായിട്ട് ആളുകൾ സമരം ചെയ്യുകയാണ്, അവിടെ പോയി എന്തായാലും പോലീസിന് അടിക്കാനോ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകാനോ അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കില്ല. പക്ഷെ ഇങ്ങനെ ഇത്തരത്തിൽ അങ്ങോട്ട് ഈ പ്രൊട്ടസ്റ്റിന് പോകുന്ന സമയത്ത്, കലാപം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തായാലും തടഞ്ഞേ പറ്റുള്ളൂ. അതും വളരെ ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ. അല്ലെങ്കിൽ ഇവരെ തന്നെ ഒന്ന് ചിന്തിക്കുക, പേർളി കൃത്യമായിട്ടും പേർളിയുടെ ആ ഒരു ആശങ്ക നമുക്ക് ആ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, ഈ അല്ലാതെ
ഈ സംഘീവൽക്കരിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ മാത്രമാണ്. ആരും പ്രൊട്ടസ്റ്റിന് പോകരുതെന്നോ അല്ലെങ്കിൽ ഈ ഒരു സമരം അനാവശ്യമാണെന്നോ പേർളി പറയുന്നില്ല. പക്ഷേ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരുപാട് വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അടി കിട്ടി കരഞ്ഞൊക്കെ പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും. ഒരാൾക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യത്വമുള്ള ആളുകളാണെങ്കിൽ അത് പോലീസിന് കിട്ടിക്കഴിഞ്ഞാലോ ഓപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാലോ ആ വേദന ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നും. പക്ഷേ ഈ സഖാക്കളുടെ ഒന്നും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ളവർക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ആരുടെയും മക്കൾ എന്താ ഈ പ്രൊട്ടസ്റ്റിൽ കയറാത്തത്? അതൊരു വലിയ ചോദ്യമാണ്. എന്തായാലും ഇവർ ഈ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിലുള്ള മക്കളെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതല്ലേ? അപ്പോൾ അറിയാം ഇവരുടെ മക്കൾ അവിടെ പോയി കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് അറിയാം. പ്രിയങ്ക ഗാന്ധിക്ക് മക്കളുണ്ടല്ലോ, റഹീമിന് മക്കളുണ്ടല്ലോ, VD സതീഷിന് മക്കളുണ്ടല്ലോ, ഇവർക്കൊക്കെ KC വേണുഗോപാൽ എല്ലാവർക്കും മക്കളുള്ളവരാണ്. തലമുറയ്ക്ക് വേണ്ടി യുവതലമുറ പ്രൊട്ടസ്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇവരെ ആരെയും മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല? അപ്പോൾ അടി കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവന് ഭീഷണിയാണെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ ഒന്നും ജീവന് ഭീഷണി തോന്നുന്നില്ല, അല്ലെങ്കിൽ ജീവനെ പറ്റിയിട്ട് വില കൽപ്പിക്കുന്നില്ല? ആ ഒരു ആശങ്കയാണ് ഈ പേർളി മണിയുടെ പോസ്റ്റ് കാണുമ്പോൾ സാധാരണ ഒരു രാഷ്ട്രീയവൽക്കരിക്കാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പേർളി മണി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളുടെ ലോകമാണ് നിങ്ങൾ, അതുകൂടി അറിഞ്ഞിരിക്കണം. കാരണം പേർളി മണി ഒരു അമ്മയാണ്, അവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ആ വികാരം എന്തെന്ന് ഉള്ളത് അറിയാം. അത് മാത്രവുമല്ല, ഇതെല്ലാം ഈ പോസ്റ്റെല്ലാം പറഞ്ഞ് ഇതിനകത്ത് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വന്നിരിക്കട്ടെ, പേർളി മണി അവസാനം മറ്റൊരു കാര്യം വളരെ പ്രസക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള വിവരങ്ങളുടെ കൂടിച്ചേരലും പലതൊഴിവാക്കിയതിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടായി വന്നതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അത് വിവേകത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ അറിവിൻ്റെയും കാര്യങ്ങളെല്ലാം ശേഖരിച്ചതിൻ്റെയും പല വിവരങ്ങളെ ഒഴിവാക്കിയതിൻ്റെയും അതായത് പല രാഷ്ട്രീയ ആഭിമുഖ്യത്തെ ഒഴിവാക്കിയതിൻ്റെയും ഒക്കെയാണ്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാനൊരു വളരെ ലോജിക്കലായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ മാറ്റം വരാം. അതായത് അഭിപ്രായം മാറുന്നത് വിവരമുള്ള ലോജിക്കൽ തിങ്കിങ് ഉള്ള ഒരാളുടെ പ്രത്യേകതയാണ്. ലോജിക്കൽ തിങ്കിങ് ഇല്ല, ഒരാൾ അഡമൻ്റാണ്, അയാൾ അന്ധനാണ് എങ്കിൽ അയാളുടെ അഭിപ്രായം ഒന്നും മാറില്ല, എപ്പോഴും ഒരു അഭിപ്രായം ഉണ്ടാവുള്ളൂ. പേർളി മണി അങ്ങനെയല്ല, തൻ്റെ അഭിപ്രായം മാറുമെന്നും അതിനനുസരിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായ സ്വരൂപണം നടത്താൻ കഴിയുമെന്നും എൻ്റെ നിലപാട് വ്യക്തമാക്കാൻ കഴിയുമെന്നുമുള്ള ഉത്തമ ബോധ്യം. അതാണ് ക്ലാരിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത്, ചിന്തയുടെ വ്യക്തത. ആ വ്യക്തതയുള്ള സ്ത്രീയാണ്, വളരെയധികം ബഹുമാനം തോന്നുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നത് മൂഢവർഗത്തിൻ്റെ ഒരു ആക്രമണമായിട്ടേ കാണാൻ കഴിയുള്ളൂ. ആ ആക്രമണം നടത്തുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പേർളി മണി പറഞ്ഞത് ശരിയാണ്. അവർ ഈ പറയുന്ന സമരത്തിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണം. പക്ഷേ അക്രമമല്ല മാർഗം. അത് തന്നെ എല്ലാവരും പറയുന്നുള്ളൂ. ആരും പറയുന്നില്ല നിങ്ങൾ സമരം ചെയ്യേണ്ടെന്നൊന്നും. ഇതിൻ്റെ അകത്തെ കഴമ്പുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഈ സമരത്തിനൊരു കഴമ്പുമില്ല, ഒരു വൈക്കും കൊള്ളില്ലാത്ത ഒന്നും ആവശ്യമില്ലാത്ത പരിഹരിച്ച പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ മാറ്റി വെച്ചാലും ശരി തന്നെ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സമരം ചെയ്യാനും അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ആ സമരക്കാരൻ ആ വിഷയത്തെ അവിടെ മാറ്റി വയ്ക്കുന്നു, എന്നിട്ട് പറയുന്നു സമരം ചെയ്തോ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വിവേകപൂർണ്ണമായിട്ട് ഇടപെടണമെന്ന് മാത്രമേ പേർളി മണി പറയുന്നുള്ളൂ. അവർ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും ആക്രമണം നടത്തുന്നത് വളരെ മോശം പ്രവണതയാണ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.